ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത റിപ്പബ്ലിക് ആയത് എന്ന്? ഉത്തരം 1950 ജനുവരി 26. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ജനക്ഷേമ രാഷ്ട്രം. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ഫ്രാൻസ്. റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം പ്രിയാമ്പിൾ അഥവാ ആമുഖം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എന്ന്? ഉത്തരം 1949 നവംബർ 26. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. നിയമദിനം അഥവാ ഭരണഘടനാ ദിനം എന്നാണ്? ഉത്തരം നവംബർ 26. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ? ഉത്തരം ജോർജ് നാലാമൻ. 1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാതയുടെ ദൂരം എത്രയാണ്? ഉത്തരം 8.2 കിലോമീറ്റർ. റിപ്പബ്ലിക് ദിനത്തിൽ ന്യൂഡൽഹിയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം ഇന്ത്യൻ രാഷ്ട്രപതി. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന 3 സേനകൾ ഏതെല്ലാമാണ്? ഉത്തരം നാവികസേന, കരസേന, വ്യോമസേന. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ നാവികസേനയുടെ മാർച്ച് നയിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ലഫ്റ്റനന്റ് കമാൻഡർ അപർണ നായർ. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്ന്? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയുടെ ഒന്നാം റിപ്പബ്ലിക് ദിന അതിഥി ആരായിരുന്നു? ഉത്തരം അഹമ്മദ് സുകാർണോ. അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിന സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം സാൻ മരീനോ. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്? ഉത്തരം നൗറു. റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം പ്ലേറ്റോ. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം നാഗാലാൻഡ്. എവിടെ നിന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക് പരേഡ് കാണാനുള്ള ടിക്കറ്റ് ലഭിക്കുക? ഉത്തരം ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് ITDCയിൽ നിന്ന്. രാജാവിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏത്? ഉത്തരം മലേഷ്യ. റിപ്പബ്ലിക് ദിന പരേഡ് കാണാനുള്ള റിസർവ്ഡ് സീറ്റിൻ്റെ പ്രൈസ് മണി എത്രയാണ്? 300 രൂപയും 150 രൂപയും.
റിപ്പബ്ലിക് ദിന പരേഡ് കാണാനുള്ള അൺറിസർവ്ഡ് സീറ്റ് പ്രൈസ് മണി എത്ര? ഉത്തരം 50 രൂപയും 10 രൂപയും. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 മറ്റൊരു ദിനമായി UN ആചരിക്കുന്നുണ്ട്. ഏതാണ് ആ ദിനം? ഉത്തരം അന്താരാഷ്ട്ര കസ്റ്റംസ് ഡേ. ലോകത്തിൽ ഏറ്റവും ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ന്യൂഡൽഹിയിലെ റെയ്സീന കുന്നുകളിൽ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആര്? ഉത്തരം രാഷ്ട്രപതി. സത്യമേവ ജയതേ എന്ന വാക്കിൻ്റെ അർത്ഥം? സത്യം എപ്പോഴും ജയിക്കട്ടെ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. മുണ്ടകോപനിഷത്തിലെ സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ദേവനാഗരി ലിപിയിൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകളുണ്ടായിരുന്നു? ഉത്തരം 15. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 15 വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 3 വനിതകൾ. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഉത്തരം ബ്രിട്ടൻ. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഉത്തരം സ്വിറ്റ്സർലൻഡ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഉത്തരം ഗ്രീസ്. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം? ഉത്തരം 30 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ആമുഖം. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം KM മുൻഷി. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് ആര്? പ്രേം ബിഹാരി റെയ്സാദ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ആർട്ടിക്കിൾ 32. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആര്? ഉത്തരം ഷാജഹാൻ ചക്രവർത്തി. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജെയിംസ് മാഡിസൺ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഉപരാഷ്ട്രപതി. റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്? ഉത്തരം റെസ് പബ്ലിക്ക. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? ഉത്തരം യിംഗ്ലക് ഷിനവത്ര. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിളാണുള്ളത്? 395. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കാൻ കാരണമെന്താണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിനാൽ. എല്ലാ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലും നൽകുന്ന അവാർഡ് ഏതാണ്? ഉത്തരം നാഷണൽ ബ്രേവറി അവാർഡ്, അതായത് ധീരതാ പുരസ്കാരം. ഏത് ചക്രവർത്തിയുടെ കാലത്ത് സൃഷ്ടിച്ച സ്തംഭത്തിൽ നിന്നും കടം കൊണ്ടതാണ് അശോകമുദ്ര അഥവാ അശോക സ്തംഭം? ഉത്തരം അശോക ചക്രവർത്തി. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത്? ഉത്തരം സിംഹമുദ്ര. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ്?
ഉത്തരം ഡൽഹിയിലെ രാജ്പഥിൽ. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്ന്? രാഷ്ട്രപതി ഭവനിൽ നിന്ന്. റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് എവിടെയാണ്? ഉത്തരം ചെങ്കോട്ടയിൽ. റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. റിപ്പബ്ലിക് ദിനത്തിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നതാര്? ഉത്തരം ഗവർണർ. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് അന്തരിച്ച കേരളീയ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഡോക്ടർ പൽപു. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത്? ഉത്തരം 21. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൻ്റെ പേര് എന്താണ്? ഉത്തരം ബീറ്റിംഗ് റിട്രീറ്റ്. ബീറ്റിംഗ് റിട്രീറ്റ് എന്ന ചടങ്ങ് നടക്കുന്നത് എവിടെ? ഉത്തരം വിജയ് ചൗക്ക്. ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഏത് ദിവസമാണ് നടക്കുന്നത്? ഉത്തരം ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൻ്റെ സമാപന ചടങ്ങിന് ഭാഗമായി ജനുവരി 29 വൈകുന്നേരം. എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? 2 വർഷം 11 മാസം 18 ദിവസം. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത്? ഉത്തരം ഇന്ത്യൻ ഭരണഘടന. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? ഉത്തരം അമേരിക്കൻ ഭരണഘടന. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഉത്തരം ഭാരതരത്നം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആര്? ഉത്തരം MN റോയ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാനെടുക്കുന്ന സമയം 52 സെക്കൻഡ്. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത്? 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. സാരേ ജഹാൻ സെ അച്ഛ എന്ന ഗാനം രചിച്ചതാര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതു ഭാഷയിലാണ് എഴുതിയത്? ഉത്തരം ബംഗാളി ഭാഷയിൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? ഉത്തരം കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗത്തെ തിരഞ്ഞെടുത്ത വർഷം ഏത്? ഉത്തരം 1972. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? ഉത്തരം താമര. ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഉത്തരം ഗംഗാ നദി. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഉത്തരം പേരാൽ. ഇന്ത്യയുടെ ദേശീയ ഫലം ഏത്? ഉത്തരം മാങ്ങ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? സുസു എന്ന ശുദ്ധജല ഡോൾഫിൻ. ഭാരതത്തിൻ്റെ ദേശീയ പഞ്ചാംഗം ഏത്? ഉത്തരം ശകവർഷം. ശകവർഷത്തെ ദേശീയ പഞ്ചാംഗമാക്കിയത് എന്ന്? ഉത്തരം 1957 മാർച്ച് 22. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഉത്തരം മയിൽ.
മയിലിനെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷമേത്? 1964. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത്? ഉത്തരം ഹിന്ദി. രാജ്യത്തിൻ്റെ തലവൻ ആരാണ്? ഉത്തരം രാഷ്ട്രപതി. സർക്കാരിൻ്റെ തലവൻ ആര്? ഉത്തരം പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത്? ഉത്തരം അശോക സ്തംഭം. അശോക ചക്രത്തിന് എത്ര ആരക്കാലുകൾ ഉണ്ട്? ഉത്തരം 24. 2021 റിപ്പബ്ലിക് ദിനം എത്രാമത്തെയാണ്? 72ാമത്തെ.